അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ക്യാരറ്റും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ചെയ്തെടുക്കുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ സോയാ സോസ്, മല്ലിയിലയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തത്, ഒരു വലിയ ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞ് വേവിച്ചെടുത്തത്, ഗോതമ്പ് പൊടി 1 കപ്പ്, കാശ്മീരി മുളക് പൊടി, ഷുഗർ, ആവശ്യമായ സൺഫ്ലവർ ഓയിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മളൊരു മിക്സിയുടെ കപ്പിലേക്ക് വേവിച്ചെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുത്ത് വരാം. അരച്ചെടുത്ത ക്യാരറ്റ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായി കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞ് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ മൊത്തം ആ ഡോയി നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം. തിളക്കല്ല, ചൂടായ വെള്ളത്തിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ മുഴുവൻ എണ്ണ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് വെന്ത് കഴിഞ്ഞാൽ, തിളച്ച് കഴിഞ്ഞാൽ ഇത് മേലേക്ക് പൊന്തി വരും. അപ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യമായത് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, വെളുത്തുള്ളിയും മല്ലിയിലയും കൂടി അരിഞ്ഞ് വെച്ചത് 2 ടീസ്പൂണ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണം. നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയ സൺഫ്ലവർ ഓയിൽ ഇത് വേവായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ ഊറ്റിയെടുത്ത വെള്ളത്തിൽ നിന്ന് ഒരല്പം ഉണ്ടാക്കി വെച്ച മിക്സിയിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായി വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഊറ്റി വെച്ച നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം.